ശബരിമലയിൽ പുതുവർഷം മുതൽ അയ്യപ്പ ഭക്തർക്ക് അന്നദാനമായി സദ്യ വിളമ്പും. ചോറിനൊപ്പം പരിപ്പ്, അവിയൽ, തോരൻ, സാമ്പാർ, രസം, പപ്പടം, പായസം തുടങ്ങി വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുമെന്ന് ദേവസ്വം ബോർഡ് ഉത്തരവിറക്കി. ടെൻഡറിലൂടെയോ ഹോർട്ടികോർപ്പ്, സിവിൽ സപ്ലൈസ് എന്നിവ വഴിയോ വിഭവങ്ങൾ വാങ്ങാനാണ് നീക്കം. ദേവസ്വം കമ്മീഷണർക്കാണ് സദ്യയുടെ ചുമതല. റാഹിസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റാഹിസ് റഷീദ്, അപ്പോൾ പുതുവത്സരം മുതൽ സന്നിധാനത്ത് ഭക്ഷണക്രമം മാറാൻ പോവുകയാണ്. പഴയ രീതിയിലുള്ള ഭക്ഷണമൊന്നും ആയിരിക്കില്ല, ഇനി കേരള സദ്യ തന്നെ നൽകും. പുതിയ ദേവസ്വം ബോർഡ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു. അതെന്തായാലും വലിയ ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഇലയിൽ വിളമ്പാൻ കഴിയില്ല, പകരം പ്ലേറ്റിൽ തന്നെയായിരിക്കും വിളമ്പുക. ഇലയിൽ വിളമ്പിയ ആന വന്ന് അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കും, മറ്റ് ജീവികളൊക്കെ വരികയും ചെയ്യും. കാരണം ഇത്രയും ഇലകൾ ഒരു ദിവസം തന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്തായാലും റാഹിസ് റഷീദ്, വളരെ പോസിറ്റീവായ വാർത്തയാണ്. പുതുവത്സരം മുതൽ സന്നിധാനത്ത് സദ്യയാണ് അല്ലേ റാഹിസ്? അരുൺകുമാർ, സദ്യയാണ് ഇനി സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് കഴിക്കാൻ വേണ്ടി ഒന്നിടവിട്ട ദിവസങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്നത്. നേരത്തെ തീരുമാനമെടുത്തെങ്കിലും ചില നടപടിക്രമങ്ങളിൽ ചില കുരുക്കുണ്ടായിരുന്നു. അത് മാറ്റി കഴിഞ്ഞ ദിവസം ഉത്തരവ് ദേവസ്വം ബോർഡ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ മണ്ഡലകാലത്തിന് ശേഷം ഇപ്പം നട അടച്ചിട്ട് മണ്ഡലകാലത്തിന് വീണ്ടും നട 29-ാം തീയതിയാണ് തുറക്കുക. പറ്റിയാൽ അന്ന് മുതൽ അല്ലെങ്കിൽ ന്യൂ ഇയർ മുതൽ സദ്യ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിഭവസമൃദ്ധമായ സദ്യയാണ്. പൊന്നിയരിയിലെ ചോറ്, ഒപ്പം നേരത്തെ അരുൺ പറഞ്ഞ പരിപ്പ്, അവിയൽ, തോരൻ, അച്ചാറ്, സാമ്പാർ, രസം, പപ്പടം, പായസം, ഇങ്ങനെ ഒരു വിഭവസമൃദ്ധമായ ഒരു ഊണാണ്, സദ്യയാണ് നൽകുക. ഹോർട്ടികോപ്പ് വഴിയോ അതല്ലെങ്കിൽ ടെൻഡർ വിളിച്ചോ മറ്റ് അഴിമതികളൊന്നും ഉണ്ടാവാത്ത തരത്തിൽ ഭക്ഷണം വാങ്ങി പാകം ചെയ്ത് കൊടുക്കണം എന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത്. 2020 വരെ ചോറും കറികളുമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുടെ യോഗം സർക്കാർ വിളിക്കാറുണ്ട്. അപ്പോഴാണ് അവിടെ ഉള്ളവർക്ക് ഈ ഭക്ഷണം ചില ചോറും കറിയും പ്രശ്നമാണെന്ന് പറഞ്ഞ് പിന്നെ പുലാവും സാമ്പാറും ആക്കിയത്. അത് മാറ്റി ഈ 2026 മുതൽ വീണ്ടും സദ്യയിലേക്ക് വരികയാണ്. അരുൺ പറഞ്ഞതുപോലെ ഇലയിലല്ല, 1500 പ്ലേറ്റുകൾ, സ്റ്റീൽ പ്ലേറ്റുകൾ ഇതിനായി ഒരു ഭക്തൻ സംഭാവന നൽകിയിട്ടുണ്ട് ഇതിനകം തന്നെ. അതായത് പ്ലേറ്റായി അരിയും മറ്റും എവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അത് വാങ്ങിച്ച് പാകം ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വളരെ പോസിറ്റീവായ ഒരു വാർത്ത രാവിലെ തന്നെ പങ്കുവയ്ക്കാം. ഓക്കെ, താങ്ക് യു. സന്തോഷമുള്ളൊരു കാര്യം. ശബരിമലയിൽ നിന്ന് വരുന്ന അടുത്ത കാലത്ത് വരുന്ന വാർത്തകളൊക്കെ അല്പം ടെൻഷൻ ഉണ്ടാക്കുന്ന വാർത്തകളാണ്. സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ, ദ്വാരപാലക ശില്പപാളികളിലെ മറ്റു വാർത്തകൾ, ഇതെല്ലാം നമുക്ക് അല്പം വിഷമമുണ്ടാക്കുന്ന വാർത്തയാണ്. സന്തോഷമുള്ളൊരു വാർത്ത കേട്ടുള്ളൂ. 1-ാം തീയതി മുതൽ സദ്യ വരും. 1500 സ്റ്റീൽ പ്ലേറ്റുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. സന്നിധാനത്തൊക്കെ പോയിട്ടേ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊരു വേറൊരു തരം ഫീലുണ്ട്. അതായത് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി, നമ്മൾ താഴെ നിന്ന് മല ചവിട്ടി മുകളിൽ സന്നിധാനത്ത് എത്തിക്കഴിയുമ്പോൾ സന്നിധാനത്ത് നല്ല ഈ സാമ്പാർ ചോറൊക്കെ ഈ ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന ഭക്തന്മാർ തരും. നല്ല രുചികരമായ ഭക്ഷണമാണ് കേട്ടോ. അത് ചിലപ്പോൾ പാളയിലൊക്കെ ആയിരിക്കും തരിക, പാളയുടെ പ്ലേറ്റിനകത്തായിരിക്കും അത് തരിക. ആ സമയത്ത് നമ്മൾ വലിയ വിശപ്പോടുകൂടി ഇത് കഴിക്കും. അതേപോലെ വെജിറ്റബിൾ ബിരിയാണി പോലെ, പുലാവ് പോലെയുള്ള ചെറിയ ഭക്ഷണമൊക്കെ നമുക്ക് സന്നിധാനത്ത് ചെല്ലുമ്പോൾ കിട്ടും. ആ തണുപ്പിൽ ക്ഷീണം കാരണം ഇങ്ങനെ തളർന്നിരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരുപിടി ചോറിനുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോഴാണ് നമ്മളിപ്പോൾ ഓണസദ്യയുമായി കേരള സദ്യയുമായിട്ട് വരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. നല്ല കാര്യമാണ്. ഭക്തരെയൊക്കെ അതൊരു അനുഭവമായിട്ട് മാറണമല്ലോ സന്നിധാനത്തെത്തി മടങ്ങുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർക്കെങ്കിലും.